എന്ത് പ്രഹസനാണോ ഇത്? ഈ പറഞ്ഞ നേതാക്കന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ എന്താണത്? എന്ത് ഔട്ട്ഡേറ്റഡ് ആൾക്കാരാണ് ആന്റി ഡെവലപ്മെന്റൽ ഈ നടക്കുന്നത്? ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പുതിയ കമ്പനി കേരളത്തിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. സി, ഒരു കമ്പനിക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ചില ആൾക്കാർ എന്ത് ചെയ്യും? ലേ ഓഫ് ചെയ്യും, അല്ലെങ്കിൽ പിരിച്ചുവിടും. അതിനൊരു പ്രയർ നോട്ടീസോ പ്രയർ സാലറിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അവര് നോക്കുന്നുണ്ടോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെയല്ലേ ഈ പറഞ്ഞ ഗൂഗിളിലും മൈക്രോസോഫ്റ്റിലൊക്കെ നടക്കുന്നത്. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ നോർമലൈസ് ചെയ്യണം. കാരണം ഇതൊക്കെ നമ്മുടെ ഡെവലപ്മെന്റ് ഭാഗമാണ് അല്ലെ? എന്ത് രസമായിട്ടാണ് നമ്മൾ നോർമലൈസ് ചെയ്യുന്നത്. ഇനി ഇതിൽ അടുത്ത കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വലിയ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു, പ്രതിഷേധങ്ങൾ നടന്നു ന്യൂ ലേബർ കോഡിനെതിരെ. നമ്മൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചോ? അല്ലെ? നമ്മൾ ഈ പറയുന്ന റിപ്പോർട്ടേഴ്സ് ഏതെങ്കിലും ശ്രദ്ധിച്ചോ? മാധ്യമങ്ങൾ ശ്രദ്ധിച്ചോ? ഇല്ല. കാരണം നമുക്ക് ഈ പറഞ്ഞ യൂണിയൻ സ്ട്രൈക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഒരു കാര്യമില്ല അല്ലെ? വെറുതെ എന്തിനാ ഈ തലവേദന ഒക്കെ വരുത്തി വെക്കുന്നത് അല്ലെ? നിങ്ങൾ ഈ പറഞ്ഞ ട്രേഡ് യൂണിയൻ ഉണ്ടല്ലോ, ട്രേഡ് യൂണിയൻ എന്തിനാ നിലനിൽക്കുന്നത് അല്ലെ? ഈ പറഞ്ഞ ട്രേഡ് യൂണിയൻ, കളക്റ്റീവ് ബാർഗൈനിങ്, സ്ട്രൈക്ക് അല്ലെ? ഇതൊക്കെ കൊണ്ട് മുന്നത്തെ ആൾക്കാർ ഇതൊക്കെ ചെയ്തത് കൊണ്ടാണ് ഈ പറഞ്ഞ ലേബർ ലോസ് വരെ നിലനിൽക്കുന്നതെന്ന് അറിയോ നമുക്ക്? ഈ പറഞ്ഞ തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി, തൊഴിലാളികൾക്കായിട്ടുള്ള കുറച്ച് നിയമങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയൊക്കെ. അതൊന്നും നമുക്ക് വേണ്ട അല്ലെ? നമ്മൾ എങ്ങനെയാണ് അപ്പൊളിറ്റിക്കൽ, അരാഷ്ട്രീയത എന്ന് പറയുന്നത് സ്വകാര്യ അഹങ്കാരമായി കൊണ്ടു നടക്കുന്ന ആളുകളാണ്. പക്ഷെ ഇവിടെ പണി പറ്റിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പെട്ടെന്ന് ജോലിക്ക് വന്നപ്പോ എന്താ 800-ൽ പരം ആളുകളുടെ അടുത്ത് പറയാണ് ആക്സസ് ഡിനൈഡ്. നിയമപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടപ്പിരിച്ചുവിടൽ സർക്കാരിനെ അറിയിച്ചിരിക്കണം. അപ്പൊ സർക്കാർ അറിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ സർക്കാരിന്റെ റെസ്പോൺസ് എന്തായിരുന്നു? രണ്ടാമത്, ഈ പറഞ്ഞ 300-ൽ പരം എംപ്ലോയീസിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ അവിടെ 3 മാസം മുമ്പ് അവർക്ക് നോട്ടീസ് നൽകിയിരിക്കണം. അതും അവരുടെ കൈകളിൽ നൽകിയിരിക്കണം. മൂന്നാമത്തെ കാര്യം, റീസ്കില്ലിംഗ് ഫണ്ടായിട്ട് പകുതി ശമ്പളം, അതുപോലെ ജോലി ചെയ്ത ഓരോ വർഷത്തിനും പകുതി ശമ്പളം കണക്കാക്കി നൽകിയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള സ്ഥലത്ത് ഒന്നും ചെയ്യാതെ, ഒരു പ്രയർ നോട്ടീസോ അല്ലെങ്കിൽ ഒരു പ്രയർ ഡിസ്കഷനോ ചെയ്യാതെ ഇവരുടെ അടുത്ത് ഇന്ന് വന്ന് നാളെ ജോലിയില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്തുകൊണ്ട് ഈ പറഞ്ഞ തൊഴിലാളികളോ മറ്റുള്ളവരോ അവർക്ക് അറിയുന്നില്ല എന്ത് ചെയ്യണമെന്ന്? ഇനി ഇതിലെ ഏറ്റവും വലിയൊരു ഞെട്ടിക്കുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ, മുൻപും ഇതുപോലെ അവിടെ നടന്നിട്ടുണ്ട്. ഇനിയെങ്കിലും അടുത്തൊരു CITUവിന്റെ സമരമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമരവും കാണുമ്പോൾ, വാർത്ത കോളങ്ങളിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ TVയിൽ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാനായിട്ട് നോക്കുക എന്താ നടക്കുന്നതെന്ന്. കാരണം നാളെ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ അന്നം, നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കുത്തക കമ്പനികളും മുതലാളികളും എടുത്തു മാറ്റാം, അല്ലെങ്കിൽ തട്ടിയെടുത്തു കൊണ്ടുപോകാം. ആ സമയത്ത് നമുക്ക് ശബ്ദമാവണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ഉറക്കെ പറയണമെങ്കിൽ അതിനായി നമ്മൾ കുറച്ച് അവയർനെസ് നമ്മുടെ കയ്യിലും വേണം.